ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. അടച്ചിട്ട കോടതി നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ആണ് കോടതിയിൽ എത്തിച്ചത്. ഒരു കേസിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിൽ സന്തോഷം എന്നായിരുന്നു മന്ത്രി VN വാസവന്റെ പ്രതികരണം. വളരെ വേഗത്തിൽ അന്വേഷണം നടക്കുകയാണ്. ആരൊക്കെ പ്രതികൾ ആയാലും അവരെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ വരട്ടെ എന്നും മന്ത്രി പ്രതികരിച്ചു. വളരെ വേഗത്തിലായില്ലേ, വളരെ സന്തോഷകരമല്ലേ. നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റവാളികളെല്ലാം വരണം. വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ പ്രതിയെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ബാക്കി ചോദ്യം ചെയ്യൽ വരട്ടെ. വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വളരെ സമഗ്രമായ അന്വേഷണം സമയബന്ധിതമായി നടക്കും നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. അതിനനുസരിച്ച് തന്നെ വളരെ വേഗത്തിൽ അയാളുടെ അറസ്റ്റ് ഇന്നലെ രാത്രി തന്നെ നടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നു. ബാക്കി അന്വേഷണത്തിലൂടെ വരട്ടെ പുറത്ത്. അതിന് മുമ്പ് നമുക്ക് വരണം. നിശ്ചയമായി ആരൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം വരണം. ഒരാളും വിടാൻ പാടില്ല. അത് തന്നെയാണ് ഗവൺമെന്റ് അഭിപ്രായം. ശശിനാരായണനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശശിനാരായണൻ, 2 കേസുകൾ ആണല്ലോ പ്രധാനമായും ഉള്ളത്. അതിലൊന്ന് സ്വർണ്ണപ്പാളിയിലെ സ്വർണം തട്ടിച്ചതുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് കട്ടിളയിലെ സ്വർണം തട്ടിച്ചതുമായി ബന്ധപ്പെട്ട്. ഇതിലിപ്പോൾ ഒരു കേസിലാണ് കസ്റ്റഡി അപേക്ഷ നൽകുക എന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് വിവരം. അഭിലാഷെ, അല്പസമയം മുമ്പാണ് റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചത്. എന്തായാലും കോടതി നടപടി ആരംഭിച്ചിരിക്കുന്നു. വളരെ രഹസ്യ സ്വഭാവമുള്ള രീതിയിൽ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത് തന്നെ കോടതിയിലെ മറ്റുള്ള ജീവനക്കാരെ, അതേപോലെ തന്നെ ഈ മറ്റു കേസുകളിലൊക്കെ ഉള്ളവരെ പുറത്താക്കിയ ശേഷം അടച്ചിട്ട കോടതി മുറിക്കുള്ളിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം പ്രതിഭാഗം അഡ്വക്കേറ്റുമാരും വാദിഭാഗം പ്രോസിക്യൂട്ടറും അടക്കമുള്ള അഭിഭാഷകരും പിന്നെ കോടതി ജീവനക്കാരും SITയുടെ ഉദ്യോഗസ്ഥരും മാത്രമാണ് കോടതി മുറിക്കുള്ളത്. എന്തായാലും 2 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കേസ് കട്ടളപ്പാളിയിലെ സ്വർണ്ണം പൂശിയുമായി ബന്ധപ്പെട്ട കേസാണ്. അതിലാണ് പോലീസ് ഇപ്പോൾ ഈ കോടതിയിൽ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിന്മേലായിരിക്കും പരിഗണിക്കുക. അതിൽ എത്ര ദിവസം എന്നുള്ള കാര്യം പിന്നീട് ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് തന്നെ വിവരം അറിയാൻ കഴിയും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ശശിനാരായണൻ, ഒരു പക്ഷേ ഇത് ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രത്യേക നീക്കമായി കാണേണ്ടതുണ്ടോ? കാരണം ഒരു കേസിൽ ഇപ്പോൾ കസ്റ്റഡി ആവശ്യപ്പെടുന്നു. അതിനുശേഷം ആ കസ്റ്റഡി ചിലപ്പോൾ കോടതിയാണല്ലോ അതിൻ്റെ തീരുമാനമെടുക്കേണ്ടത്. പിന്നീട് അടുത്ത കേസുമായി എത്തുമ്പോൾ വീണ്ടും ആ കേസിൽ കസ്റ്റഡി ആവശ്യപ്പെടാവുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും. അങ്ങനെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ലഭ്യമാവുക എന്നതായിരിക്കുമോ ഈ അന്വേഷണ സംഘം ഇത്തരത്തിൽ ലക്ഷ്യം വെക്കുന്നത്? അഭിലാഷ, തീർച്ചയായും അത് തന്നെയാണ്. നമുക്കറിയാം ഈ കേസിന്റെ ഒരു സ്വഭാവം നമുക്കറിയാം. വളരെ വിശദമായ അന്വേഷണം നടത്തി ഇതിനകത്ത് കുറ്റക്കാരെ കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് ഈ പ്രതിയായി വന്നിട്ടുള്ള ആളുകളെ ഈ കോടതിയിൽ എത്തിക്കുക, അവരിൽ നിന്ന് കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തുക, ചോദ്യം ചെയ്യലിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, പിന്നീട് തെളിവുകൾ ശേഖരിക്കുക, ഇതെല്ലാം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ദിവസം ഈ കേസിൽ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വേണമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണ്ണ കട്ടളപ്പാളി, അതായത് ശ്രീകോവിലിന്റെ മുന്നിലെ കട്ടളപ്പാളിയിൽ സ്വർണ്ണം പൂശുമായി ബന്ധപ്പെട്ട് അതിനകത്ത് സ്വർണ്ണം കേസുമായി ബന്ധപ്പെട്ടാണ് അതാണ് ഇപ്പോൾ കോടതി പരിഗണിക്കുന്നത്. അതിനുള്ള കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് നൽകിയിട്ടുള്ളത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൽ എത്ര ദിവസത്തേക്കെന്നുള്ള കാര്യം ഇനി കോടതിയിൽ ഇത് പരിഗണിച്ചതിന് ശേഷമായിരിക്കും, ഇതിന്റെ നടപടികൾക്ക് ശേഷമായിരിക്കും നമുക്ക് അറിയാൻ കഴിയുക. എന്തായാലും വളരെ ഉന്നതരൊക്കെ ഇന്നലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ വളരെ ഉന്നതർ ഇതിലുണ്ട് എന്നുള്ളൊരു പങ്ക് ഇത് വ്യക്തമായിട്ടുണ്ട്. അതെല്ലാം വിശദമായി അന്വേഷിക്കേണ്ടതായി വരും. നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്തുണ്ട്. ഒപ്പം ഈ ഹൈദരാബാദിലും അതുപോലെ തന്നെ ചെന്നൈയിലും കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻ അടക്കമുള്ള ആളുകൾ ആ സ്ഥാപനത്തിന്റെ ആളുകളെല്ലാം ഇതിനകത്ത് പ്രതിസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഈ 1/2 കിലോയോളം സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് ഹൈക്കോടതി കണ്ടിട്ടുള്ളത്. പക്ഷേ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ 2 കിലോയോളം സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ആ സ്വർണം മറ്റുള്ളവർക്ക് വീതം വെച്ച് നൽകിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പോലീസിന് നൽകിയിട്ടുള്ള അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്വർണം കണ്ടെടുക്കുക എന്ന് പറഞ്ഞ വലിയൊരു ദൗത്യമുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കണം. അത്തരം കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് അന്വേഷണ സംഘത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് കസ്റ്റഡി അപേക്ഷ. അത് കൂടുതൽ ദിവസമാണ് ആവശ്യപ്പെടുന്നത്. എത്ര ദിവസം അനുവദിക്കുന്നുള്ള കാര്യം ഈ കോടതി നടപടിക്ക് ശേഷമേ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുള്ളൂ. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വലിയ സുരക്ഷാ ക്രമീകരണങ്ങളെ, ഒപ്പം കോടതി രഹസ്യ സ്വഭാവം പോലെ തന്നെ വാതിലുകളെല്ലാം അടച്ചിട്ട് കോടതി ജീവനക്കാരും ഈ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂട്ടറും മാത്രമാണ്, ഈ കോടതി ജീവനക്കാരും മാത്രമാണ് ഇപ്പോൾ ഇതിനുള്ളിൽ നടക്കുന്നത്. ഏകദേശം 10 മണിക്ക് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ കൊണ്ടുവന്നു 10:30 ഇവിടെ എത്തിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ കോടതി മറ്റ് കേസുകൾ മാറ്റിവെച്ചതിന് ശേഷം ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ജസ്റ്റിസ്
അരുൺകുമാർ RC ആണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കസ്റ്റഡി അപേക്ഷ പരിഗണിക്കലും മറ്റു കാര്യങ്ങൾ ഈ കോടതി നടപടികൾ പൂർത്തിയാക്കുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തു കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും വൈദ്യപരിശോധന ഉണ്ടാകുമോ മറ്റെവിടേക്കാണ് കൊണ്ടുപോകുന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ ഇപ്പോൾ ഈ സ്ഥലത്തുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഭക്തരും ഈ കോടതി വളപ്പിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. വലിയൊരു കേസാണ്. നമുക്കറിയാം ഈ ശ്രീകോവിലിന്റെ സ്വർണ്ണപ്പാടി സ്വർണം കവർന്നതും ഒപ്പം ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാടിയിൽ സ്വർണം കവർന്ന ഉള്ള 2 കേസുകൾ. ആ 2 കേസുകൾ അതായത് ശശിനാരായണൻ നേരത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്വകാര്യത പാലിക്കണം എന്നും 2 ആഴ്ച കൂടുന്തോറും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയെ അറിയിക്കണം എന്നും നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണോ ഈ കോടതി നടപടികളിൽ ഉൾപ്പെടെ വളരെ കൃത്യമായി അന്വേഷണ സംഘം ഈ സ്വകാര്യത പുലർത്തുന്നത്? അഭിലാഷ്, അത് തന്നെയാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. കാരണം രഹസ്യസഭ, അതായത് സ്വകാര്യത വേണം ഈ കേസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പോലും വിവരങ്ങൾ പങ്കുവെക്കരുത് എന്നുള്ള കർശന നിർദ്ദേശം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഈ കേസ് ആരംഭിക്കുമ്പോൾ തന്നെ കോടതിയിലേക്ക് ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഈ മറ്റുള്ള ജീവനക്കാർ, അതായത് കോടതിയുടെ ജീവനക്കാരല്ലാത്ത ആളുകൾ, മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ, പുറത്തു നിന്നെത്തിയവരെ അവരെ എല്ലാം പുറത്താക്കിയതിനു ശേഷം അടച്ചിട്ട മുറിയിലാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത്. അതിനുശേഷമായിരിക്കും എത്ര ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ കിട്ടുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതിന് ശേഷമായിരിക്കും നമുക്ക് അറിയാൻ കഴിയും. അതിൽ ഒരു കേസാണ് കട്ടളപ്പാളിയിൽ സ്വർണം പൂശിയ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ് ഇപ്പോൾ റാന്നി കോടതിയിൽ ഇപ്പോൾ പരിഗണിക്കുന്നത്. അല്പസമയത്തിനകം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് കൊണ്ടുവരും. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ശശിനാരായണൻ നൽകിയത്.